പാഠം 26 മുയൽ. മുയൽ എന്താ? റാബിറ്റിനാണ് മുയൽ എന്ന് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. റാബിറ്റ്. അപ്പോൾ ഈ അക്ഷരം പഠിക്കേണ്ടത് യാ, രാ, ല, വ അക്ഷരങ്ങൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാ? യാ, രാ, ല, വ. പറഞ്ഞേ. യാ, രാ, ല, വ. വായിച്ചേ ഒന്ന്. ഇത് എന്തൊക്കെയാണ് ഈ എഴുതിയിരിക്കുന്നത്? ഇത് വായുണ്ട്, യായുണ്ട്. വായും യായും കണ്ടോ? അത് കൂട്ടി ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. വാ, യാ, ഇൽ. ഇത് എന്തക്ഷരമാണ്? ചില്ലക്ഷരം. ഇല്ലെന്ന ചില്ലക്ഷരമാണ് ഇത്. വയൽ. വയൽ എന്താ? നമ്മൾ കണ്ട പാടി ഫീൽഡ്സ് ഇതിനൊക്കെയാണ് നമ്മൾ വയലെന്ന് പറയുന്നത്. നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമില്ലേ, അതിനെയാണ് നമ്മൾ വയലെന്ന് പറയുന്നത്. ഇനി ഇതെന്താ? കുതിര. രാ കൂട്ടിയ ഒരു വാക്കാണ് കേട്ടോ. രാ ഈ അക്ഷരമല്ലേ ഇത്? രാ. കുതിര. കുതിര എന്ന് പറഞ്ഞാൽ എന്താ? ഹോഴ്സ്. എന്താണ്? കുതിര. കുതിര. ഇനി ഇവിടെ നോക്കിയേ, ലാ കൂട്ടിയ ഒരു വാക്കാണിത്. ലാ കണ്ടോ? അലുവ. അലുവ എന്താ? ഒരു മധുര പലഹാരമാണ് അല്ലേ? സ്വീറ്റ്സ് ആണ്. അലുവ. അലുവ. ഇനി വാ കൂട്ടിയൊരു വായും ഉണ്ട്, രായും ഉണ്ട്. അത് കൂട്ടിയൊരു വാക്കാണ് എന്ത്? ചിരവ. ചിരവ എന്താ? അടുക്കളയിൽ നമ്മൾ തേങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ചിരവ. ഇനി നോക്കിയേ, ഇതിനകത്ത് യായുണ്ട്. ഈ യായാണ് ഈ യാ. കണ്ടോ? നമ്മൾ യാ, രാ, ല, വ കൂട്ടി വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഇത് വായിച്ചേ. കുയിൽ പാടി. അപ്പോൾ കുട്ടികൾ അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ പഠിച്ചു. 2 വാക്കുകൾ കൂട്ടി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഇങ്ങനെ 2 വാക്കുകൾ കൂട്ടിയുള്ള സെൻറ്റൻസ് തന്നിരിക്കുന്നത്. കുയിൽ പാടി. കുയിൽ എന്താ? ഒരു നല്ല ഭംഗിയായിട്ട് പാടുന്ന ഒരു പക്ഷിയാണ് കുയിൽ. കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ നല്ല രസമല്ലേ? അപ്പോൾ ഇനി നോക്കിക്കേ, ഇനി നമുക്കിത് എഴുതാൻ പഠിക്കാം. എല്ലാവരും എഴുതാനുള്ള പെൻസിലും ബുക്കും ഒക്കെ എടുത്തോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ടീച്ചറൊരു കഥ പറഞ്ഞുതരാം. ഓക്കെ? അപ്പോൾ കഥ കേൾക്കണമെങ്കിൽ എല്ലാവരും എഴുതണം കേട്ടോ. നമുക്ക് യാ, രാ, ല, വ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. യാ എഴുതുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ? ഒന്നുകൂടെ നോക്കിയേ. നമ്മൾ പേന ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക. അവിടുന്ന് ഇങ്ങനെ പുറകോട്ട് കൊണ്ടുവരിക, അകത്തോട്ട് കയറ്റുക, പുറത്തോട്ട് ഇറക്കുക. ഉണ്ടോ? യാ. ഈ രാ എങ്ങനെ എഴുതുന്നത്? റാ വരയ്ക്കാൻ അറിയത്തില്ലേ? റാ വരച്ചിട്ട് അകത്തോട്ടൊരു വട്ടം ഇട്ടാൽ എന്താ? രായായി. ഇത് കണ്ടോ? റാ വരച്ച് അകത്തോട്ടൊരു വട്ടം. രാ. ഇനി ലാ എങ്ങനെ എഴുതുന്നത്? ലാ എഴുതാൻ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. കണ്ടോ? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇതിൻ്റെ പുറകോട്ട് ഇങ്ങനെ വരച്ച് ഇതിൽ കൂടി താഴെ വന്ന് വര വരച്ച് മേലോട്ട് കയറ്റിയാൽ എന്തായി? ലായായി. ഒന്നുകൂടെ അതിങ്ങനെ ഒരു വര വരയ്ക്കുക. ഇനി അത് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ? ല. ഇനി വാ എഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ? റാ വരയ്ക്കുക, ഇങ്ങനെ വരച്ച് മേലോട്ട് വരയ്ക്കുക. കണ്ടോ? റാ വരയ്ക്കുക, ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഇനി നോക്കിയേ, യാ, രാ, ല, വ ഒരുമിച്ച് നമുക്ക് എഴുതാം. ടീച്ചറിൻ്റെ കൂടെ എഴുതണേ. യാ, രാ, ല, വ. കണ്ടോ? ഇനി മുയൽ എന്നൊന്ന് പഠിച്ചേ. മുയൽ എങ്ങനെ? മാ എഴുതാൻ കുട്ടികൾക്കെല്ലാം അറിയാം അല്ലേ? റാ ഇങ്ങനെ ചേർത്ത് ഈ മൂലയ്ക്ക് മുട്ടിച്ചിട്ട് ഇങ്ങനെ വരച്ച് ഇതേ മുട്ടിച്ചാൽ മയായി അല്ലേ? ഇനി ഊവിൻ്റെ ചിഹ്നം ഇടണം. കുനിപ്പിട്ട് വട്ടമിട്ടു. മൂ. യാ എഴുതാൻ കുട്ടികൾ പഠിച്ചു. യാ. ഇല്ല എങ്ങനെ എഴുതുന്നത്? റാ വരച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റി വീണ്ടും ഒരു റാ വരച്ച് മേലോട്ട് എടുത്ത് ഇങ്ങനെ വെച്ചാൽ എന്താ? ഇല്ലായി. കണ്ടോ? നമുക്ക് ചില്ലക്ഷരം വേറൊരു പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. മുയൽ. കണ്ടോ? മുയൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പം
കുട്ടികൾ ഇത് എഴുതിയില്ലേ? അപ്പോൾ ടീച്ചർ ഒരു കഥ പറഞ്ഞുതരാം. ഒരു കഴുതയുടെയും ഒരു നായുടെയും കഥയാണ്. ഏതാ? ഡോങ്കിയും ഒരു ഡോഗും ഉണ്ട്. ടീച്ചറിൻ്റെ കൂടെ നിങ്ങൾ കേട്ടിരിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ആരാ? നമ്മുടെ ഡോങ്കിയും ഡോഗും, കഴുതയും നായും കൂട്ടുകാരായിരുന്നു. അവർ ഇങ്ങനെ നടന്ന് പോയപ്പോൾ വഴി കിടന്നിട്ട് ഒരു നോട്ടീസ് കിട്ടി, അല്ലെങ്കിൽ ഒരു പേപ്പർ കിട്ടി. ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴത്തേനും ഉണ്ടല്ലോ, കഴുത ഈ കടലാസിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ പറഞ്ഞു. നായ പറഞ്ഞു. അപ്പോൾ അത് ഈ പുല്ലില്ലേ, നമ്മുടെ ഗ്രാസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. നല്ല ഇളം പുല്ലുകൾ, നല്ല പച്ചയായ പുല്ല്, ഉണങ്ങിയ പുല്ല്, ആ പുല്ലിനെ കുറിച്ചൊരു കാര്യമാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത്. അപ്പം ഇത് കണ്ടപ്പോഴത്തേനും കഴുതയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്താ? കഴുതയുടെ ആഹാരമാണ് എന്ത്? പുല്ലല്ലേ. അപ്പം നല്ല ഇളം പുല്ല് എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നായ്ക്ക് നമ്മുടെ ഡോഗിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയാമോ കാര്യം? ഡോഗ് പുല്ല് തിന്നുമോ? ഇല്ല. ഡോഗ് കഴിക്കുന്നത് എന്താ? മീറ്റും അങ്ങനെ ബോൺസും ഒക്കെ അല്ലേ, എല്ലും പിന്നെന്തേ ഇറച്ചിയൊക്കെയാണ് ഡോഗ് കഴിക്കുന്നത്. ഡോഗിന് അതൊട്ടും താല്പര്യമായില്ല. അപ്പം ഡോഗ് പറഞ്ഞു, നീ കുറച്ചുകൂടെ നോക്കിയേ, ഇതിനെക്കുറിച്ച്, ഈ മീറ്റിനെ കുറിച്ചോ ബോൺസിനെ കുറിച്ചോ വല്ല അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇല്ലയെന്ന് പറഞ്ഞു. നോക്കിയിട്ട് കഴുത കണ്ടില്ല. അപ്പം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ആ നായ എന്നാ ചെയ്തെന്നറിയാമോ? ആ പേപ്പർ അങ്ങോട്ട് വാങ്ങിച്ച് ചൂട്ട് കൂട്ടി കളഞ്ഞു. അപ്പം ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകേണ്ടത്? ഓരോരുത്തർക്കും എന്താണോ താല്പര്യം അത് മാത്രമാണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തുള്ളൂ, അല്ലേ? കഴുതയ്ക്ക് പുല്ലിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കഴുതയ്ക്ക് പുല്ല് വേണം, അത് പുല്ല് തിന്നും. അപ്പോൾ എന്താണോ നമ്മുടെ ഇൻട്രസ്റ്റ് അതായിരിക്കും നമ്മുടെ താല്പര്യവും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിന് നമുക്ക് താല്പര്യം ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ കുട്ടികൾ പഠിക്കുമ്പം ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചാൽ അത് രസകരമായിരിക്കും, അല്ലേ? ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിച്ചാലോ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ കുട്ടികളെല്ലാവരും ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.